PS വിനോദ് രാജ് സംവിധാനം ചെയ്ത് കൊട്ടുക്കാളി എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം പുള്ളിയുടെ പ്രീവിയസ് മൂവി കണ്ടിട്ടുണ്ടോ എല്ലാവരും, കൂഴാങ്കൽ പെബിൾസ് എന്ന സിനിമയാണ്. ആ സിനിമ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ. കാരണം ഏകദേശം ഒരു സെയിം ഒരു ഫിലിം ഫെസ്റ്റിവൽ മൂഡിൽ ഒരുക്കിയ വേറൊരു മൂവിയാണ് ഈ കൊട്ടുക്കാളി എന്ന് പറയുന്നത്. സോ വിനോദ് രാജ് പുള്ളിയുടെ പ്രീവിയസ് പടമായ ഈ കൂഴാങ്കൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഒരു ഓക്കേഷ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ടായിരിക്കും ഫീൽ ആവുക. അല്ലാത്തവർക്ക് ഈ സിനിമ ഒട്ടും കൺവിൻസിങ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു ഔട്ട് ഓഫ് സോൺ മൂവിയാണ്. ശരിക്കും എത്രത്തോളം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകും എന്നറിയില്ല. ഈ സിനിമ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സൂരി, അന്നാബെൻ എന്നിവരാണ്. ശിവകാർത്തികേയനാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മ്യൂസിക് ഇല്ല, ലൈവ് സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സിനിമയിൽ പോലെ ഒരു ട്രാവലാണ്. അതിൽ അച്ഛനും മകനും കൂടെ അമ്മയുടെ അടുത്ത് പോവുകയാണ്. സ്ഥിരമായിട്ട് വഴക്കിടാറുള്ള അമ്മനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ആ റൂട്ടിനുണ്ട്. ഇവിടെ അന്നാബെൻ ചെയ്യുന്ന കഥാപാത്രം കോളേജിൽ പോവുകയും അവിടെ ഒരാളുമായി ഇഷ്ടത്തിലാവുകയാണ്. അന്നേരം അവളെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള മാമൻ്റെ മകനുണ്ട് പാണ്ഡി, സൂര്യാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയെ കല്യാണം കഴിപ്പിക്കാമെന്നാണ് വീട്ടുകാർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് നമുക്കൊരു സാമിയാരിൻ്റെ അവിടെ പോകാം, ഈ പയ്യൻ ഇവിടെ കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് അവിടെ പോയി ഒരു കോഴിയൊക്കെ അറുത്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അന്ധവിശ്വാസത്തോളം അവർ കുറച്ച് പേര് ചേർന്ന്, അവരുടെ വീട്ടുകാരും ഈ പാണ്ഡ്യയുടെ വീട്ടുകാരും കുറച്ച് പേരും കൂടെ ചേർന്ന് ഓട്ടോയിലും ബൈക്കുകളിലും ആയിട്ട് പോകുന്നു. ഈ പോകുന്ന അവിടെ എത്തുന്നവരെയുള്ള യാത്രയാണ് ഈ 1.5 മണിക്കൂറിലധികം, ഒരു 1:40 മിനിറ്റിൽ വരും. അത്രയും ദൈർഘ്യമുള്ള ഈ സിനിമ കാണിക്കുന്നത്. ഈ സിനിമ ത്രൂഔട്ട് പോകുമ്പോഴും വളരെയധികം ലോങ് ഷോട്ടുകളും പിന്നെ ഒരു ക്യാമറ ഒരവിടെ പൊസിഷൻ ചെയ്തതിന് ശേഷം അവിടെ ആളുകൾ നടന്നു നീങ്ങുന്നവരും ആ ക്യാമറ അവിടെ തന്നെ വെച്ചിട്ടുള്ള കുറച്ച് ഷോട്ടുകളുണ്ട്. അതായത് ഒരു ഫ്രെയിമിലകത്ത് അവർ 4 ആൾ പോകുന്നു, അത് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡുകൾ വീണ്ടും അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ആ ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അത് കട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ എഫേർട്ട് നമുക്ക് മനസ്സിലാകില്ല എന്നാണ്. കാരണം ഇത്രയും നേരം അയാൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതേ സ്പീഡിൽ ലോങ് ഷോട്ട് വെച്ചെങ്കിൽ മാത്രമേ അവർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 1.5 മണിക്കൂറാണ് ശരിക്കുള്ള ട്രാവൽ. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടും അല്ലെങ്കിൽ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത്. സോ ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആണെന്നില്ല. കാരണം കൊട്ടുക്കാളി എന്ന സിനിമയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്കറിയാം. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു, അവിടെ എത്തണം, അവിടെ ചെയ്യില്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്താ നടക്കുക, അല്ലെങ്കിൽ ആ വഴിയെ നടക്കുന്ന അതിൻ്റെ സംഭാഷണങ്ങളിലൂടെയാണ് കാര്യങ്ങളുടെ കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. പിന്നെ കുറേയധികം ഡീകോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര ബ്രില്യൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ചിലവർക്കൊന്നും അത് ശ്രദ്ധിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ഈ സിനിമ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരാൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാകാൻ വഴിയില്ല. അത് അങ്ങനെ ഒരു ടൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു സിനിമ ഓരോരുത്തരുടെ ഒരു ആസ്വാദനത്തിന് കൊടുക്കണം. കാരണം അവർക്ക് എങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഈ സിനിമ ജസ്റ്റ് ഓക്കെ ആയിട്ട് തോന്നി. കുറേ സീനുകൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ഷോട്ടുകളൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോയി. കാരണം അത്രയും വലിച്ചു നീട്ടൽ നന്നായി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കൊട്ടുകാളിയിൽ. പുള്ളിയുടെ തന്നെ ഇത് ഏകദേശം സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൂഴാങ്കൽ. പക്ഷേ എനിക്കത് അങ്ങനെ ഫീൽ ആയില്ല. അതിൽ ഡയറക്ടർ പറഞ്ഞ പോലെ പുള്ളിയുടെ അത്രയും നടന്നിട്ടാണ് അവിടെ എത്തുന്നത് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ഷോട്ട് വെച്ചത്. പക്ഷേ അത് നമുക്ക് കൺവിൻസിങ് ആയിരുന്നു. പക്ഷേ ഇവിടെ അത് കൺവിൻസിങ് ആയി തോന്നിയില്ല. പിന്നെ ഇതിൽ കുറേയധികം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കോഴിയുണ്ട്. ആ കോഴിയും അന്നാബെനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ആക്ഷൻസൊക്കെ അതൊക്കെ ഗംഭീരം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഒരു കാള വന്ന് നിൽക്കുന്ന സമയത്തുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. കാരണം ആ പോകുന്ന വഴിക്ക് ഓട്ടോയിലൊരു പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അതിലൊരു കുട്ടിയുണ്ട്. കുട്ടി ഹം ചെയ്യുന്നു. ഒരു ആൺകുട്ടിയാണ്. അന്നാബെൻ്റെ ക്യാരക്ടർ ഓട്ടോമാറ്റിക് ഹം ചെയ്യുന്നു. ഇത് കണ്ടതും സൂര്യയുടെ ക്യാരക്ടർ, പാണ്ഡ്യ എന്നുള്ള ക്യാരക്ടർ വണ്ടി നിന്നാണ് പോലും വലിച്ചിട്ട് ഒരേ തല്ലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനോട് ഒരുമാതിരി ഒരു ഫീലാവും. എന്ത് മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഭയങ്കരമായിരുന്നു. അതിന് ശേഷം അന്നാബെന്നായാലും വലിയ ഡയലോഗ്സ് ഒന്നുമില്ലെങ്കിലും ഭയങ്കരമായിട്ട് ഇമോഷൻസൊക്കെ കണ്ണിലാണെങ്കിലും ആ എക്സ്പ്രഷൻസിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
ഇത് ശീലമായ പോലെയാണ്, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണ്, അതെനിക്കറിയാം, ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആകെ ഇത്തിരി ഇതായത് ആൺകുട്ടി കരയുന്ന സീനൊക്കെ ഉണ്ട്, രണ്ടുപേരും നമ്മൾ സ്മൈൽ ചെയ്യുന്ന സീനുണ്ട്. പിന്നെ ആ കോഴിയുടെ തല അങ്ങനെ കണ്ണും ഇങ്ങനെ പുള്ളിയുടെ അത് അന്നാഭിന്നമായിട്ടുള്ളൊരു ഇതുപോലെ കാണിക്കുന്നുണ്ട്. ഫൈനലി അവർ ആ സാമിയാരിൻ്റെ അവിടെ എത്തിയതിന് ശേഷം വേറൊരു സംഭവം കാണിക്കുന്നുണ്ട്. ഇവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു കാർ അവിടെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നത്, അതെനിക്ക് കണക്ട് ആയി കറക്റ്റായിട്ട്. കാരണം ഒരു വേരിയേഷൻ ഇതിൽ ഈ വിശ്വാസങ്ങളിൽ ഈ അതൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ ഒരു ഇതേപോലെ ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും, ആ കുട്ടി വെറും നിസ്സഹായം നിൽക്കുന്നുണ്ടാവും. അവർ കാണിക്കണമെന്ന് നമുക്ക് തന്നെ ഒരുമാതിരി തോന്നും, ഇത് എന്തോന്നാണ് ഇവന്മാർ കാണിക്കണമെന്ന് തോന്നും. ഇത് കാണുന്ന പാണ്ഡി എന്ന ക്യാരക്ടർ, സൂര്യ ചെയ്ത ക്യാരക്ടർ, അവിടെ നിന്ന് എന്തോ പുള്ളിക്കത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാരണം പാട്ട് ഒരു ഹമ്മിങ് നടത്തിയതിന് പോലും അവളെ ഭയങ്കരമായി ഉപദ്രവിച്ച ആളാണ്, പക്ഷെ അവിടെ പോയിട്ട് ഇങ്ങനെ ധരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അടുത്തത് അവളെയാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും അത് നമുക്ക് സംവിധായകൻ വിട്ടു തന്നിരിക്കുകയാണ്. ഒരു ഓപ്പൺ ആയിട്ട് ക്ലൈമാക്സ് ആണ്, ഇതിലൊരു ക്ലൈമാക്സ് ഇല്ല. പാണ്ഡ്യൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നതായിരിക്കും പുള്ളി ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കത് കൺവിൻസിങ് ആണോ എന്ന് ചോദിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല, ശരിയാണ്. അതിപ്പോൾ എങ്ങനെയാപ്പോൾ പുള്ളി ഇത്രയും ഉപദ്രവിക്കുകയും ചെയ്ത് പുള്ളി നല്ലവനാണോ കെട്ടവനാണോ എന്ന് പറയുന്ന പോലെ നമ്മുടെ മനുഷ്യന്മാരെപ്പം മാറുന്നില്ല. ചില സീൻസ് കാണുമ്പോൾ നമ്മൾ അത്രത്തോളം ദ്രോഹം ചെയ്താണെങ്കിലും നമ്മളതാവും. പിന്നെ നമ്മൾ എത്രത്തോളം പുരോഗമനമൊക്കെ പറയുമെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര മൈൻഡ് നമ്മുടെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അത് വേരിയേഷൻ വരും മനുഷ്യൻ്റെ എത്ര ഒരു. അപ്പം കൊട്ടുക്കാളി എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റി. സൂര്യയുടെ ഒരു ലുക്ക് വൈസ് പുള്ളിങ്ങനെ ഡയലോഗ്സോ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല, പുള്ളി ഒരു മസ്കുലിനായിട്ട് ഭയങ്കര ഫീൽ ചെയ്തു. ആ ക്യാരക്ടറായിട്ടുള്ളൊരു റോ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലുക്കിൽ തന്നെ. ആ ലുക്കിൽ നമുക്ക് കുറേ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ കൊട്ടുക്കാളി ഞാൻ പറയുകയാണെങ്കിൽ സ്ഥിരം എല്ലാവരും പറയുന്ന പോലെയാണ്, എല്ലാവർക്കും പറ്റിയ ചായയല്ല കൊട്ടുക്കാളി. ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. നിങ്ങളൊരു ഫിലിം ഫെസ്റ്റിവൽ മൂഡിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓക്കേഷ് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ജസ്റ്റ് ഒരു ഓക്കേഷ് ആയിട്ട് തോന്നി. ചില കാര്യം ഭയങ്കര എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല, കണക്റ്റായില്ല. അത്രയും ലെങ്ത്ത് വലിച്ചു നീട്ടുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഇമോഷനിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. സോ അത് കാരണമാണ് എനിക്കത് ഇങ്ങനെ ഫീൽ ചെയ്ത്. കൂഴാങ്കൽ സെയിം ടൈപ്പ് ആണെങ്കിൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നു. പുള്ളി പതുക്കെ നടന്ന് നമുക്ക് അതിനൊപ്പം നടക്കുന്ന പോലെ തോന്നി. ഇവിടെ എനിക്ക് തോന്നിയില്ല. സോ കൊട്ടുക്കാളി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമകളുടെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ.